നമസ്കാരം. ഗുഡ് ഈവനിങ്. വിത്ത് ടൺ കണക്കിന് ലവ് ആൻഡ് ടൺ കണക്കിന് റൊമാൻസ്. നിങ്ങളുടെ കൂടെ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ്. ദിസ് ഇസ് മീ, റീനു. When you are sorrowful, look again in your heart and you shall see that in truth you are weeping for what which has been your delight. ഇഷ്ടപ്പെടുന്ന ആ ആളില്ലാതെ ഒരു നിമിഷം പോലും നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? അയാളെ കാണുക, സംസാരിക്കുക, അയാളുടെ കൂടെ ആയിരിക്കുക, ഇതൊക്കെയല്ലേ നമുക്കൊക്കെ ആഗ്രഹം. എന്നാലും ഈ പ്രണയത്തിൽ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളൊക്കെ വരും. വ്യാഴാഴ്ചകളിലെ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്യും. റീനു തന്നെയല്ല, റീനുവിൻ്റെ കൂടെ ഒരു സെലിബ്രിറ്റി ഗസ്റ്റും കൂടി വരാറുണ്ട്. ഇന്നും അങ്ങനെ ഒരു സെലിബ്രിറ്റി എത്തിയിട്ടുണ്ട്. ഒരു ക്ലൂ തരട്ടെ. ഇപ്പം തിയേറ്ററുകൾ നിറഞ്ഞോടുന്ന ഒരു റൊമാൻറ്റിക് മൂവി ഇദ്ദേഹത്തിൻ്റെ മാത്രം സംഭാവനയാണ്. മനസ്സിലായോ? സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് ഫോർ ടൺ കണക്കിന് റൊമാൻസ്. മനോഹരമായ പ്രണയഗാനങ്ങളും പ്രണയ സന്ദേശങ്ങളും നിറഞ്ഞ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു ആണെങ്കിൽ എൻ്റെ കൂടെ ഇന്നൊരു സ്പെഷ്യൽ ആളെത്തിയിട്ടുണ്ട്. ഹായ് റീനു, ദിസ് ഇസ് വിനീത് ശ്രീനിവാസൻ ഓൺ ലവ് ബൈറ്റ്സ്. വെൽക്കം ടു ലവ് ബൈറ്റ്സ് വിനീത്. താങ്ക് യു. വിനീതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ പ്രണയിക്കുന്നുണ്ട്. എന്തായിരിക്കും അതിൻ്റെ റീസൺ? അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വോയിസ് ഇഷ്ടമാണെന്ന് ആൾക്കാർ പറയാറുണ്ട്. പാട്ടുകൾ കേൾക്കുന്നത് പെൺകുട്ടികൾ ഇഷ്ടമാണ്. വിനീത്, താങ്കളുടെ കല്യാണം ഫിക്സ് ചെയ്തു എന്നറിഞ്ഞിട്ടും ഒരുപാട് പെൺകുട്ടികൾ പ്രണയിക്കുന്നുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? അങ്ങനെയൊന്നും ഇല്ല, അതുകൊണ്ട് ഇപ്പൊ അവരോട് എന്ത് പറയാനാ. ശരി, എന്നാൽ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഡു യു ആക്ച്വലി ബിലീവ് ഇൻ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്സ്? ഐ ബിലീവ് ഇൻ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. യെസ്, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഉണ്ടാവും. നമുക്ക് ഒരുപാട് നാൾ അറിഞ്ഞിട്ട് നമുക്ക് ഒരാളോട് ഇഷ്ടം വരും. ഇഷ്ടം വരാൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. അല്ല, അങ്ങനെ ഒരു ലോജിക്കൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പെട്ടെന്ന് നമുക്ക് ഒരാളോടൊരു അട്രാക്ഷൻ തോന്നും. ഒരു കാര്യമില്ലാതെ, ഒന്നും അറിയാതെ, നമുക്ക് പേര് പോലും അറിയേണ്ട നമുക്ക് ചില ആൾക്കാരോട് പെട്ടെന്നൊരു അട്രാക്ഷൻ തോന്നും. അതൊരു ആ മാഗ്നറ്റിക് ഒരു ഫ്ലക്സ് ഉണ്ടാവും. ആ ഒരു മൊമെന്റിൽ സംഭവിക്കുന്നതാണത്. ഫേസ്ബുക്കിൽ ക്ലബ് എഫ് എം കോൺടെസ്റ്റ് പേജിൽ റീനു ഈ ചോദ്യം ചോദിക്കുകയാണേ. പ്രണയം അങ്ങനെ ഒരു മൊമെന്റിലുണ്ടാവുന്നതാണോ, പെട്ടെന്നൊരു നിമിഷത്തിൽ? ഉത്തരം പോസ്റ്റ് ചെയ്യുക ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് വിനീത് ശ്രീനിവാസൻ. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിൽ ബിലീവ് ചെയ്യുന്ന പ്രണയം എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്ന ഒരു ഫിഗറാണ് വിനീത് ശ്രീനിവാസൻ. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ അദ്ദേഹമാണ് ഇന്ന് റീനുവിൻ്റെ കൂടെ. വിനീത് അതിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഹാസ് ഇറ്റ് ആക്ച്വലി ഹാപ്പൻ ടു യു? ഉണ്ടായിട്ടുണ്ട്. എനിക്കൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തു തരണം. പക്ഷേ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ആ സമയത്ത് എന്താ നമുക്കുള്ളിൽ തോന്നുക? കണ്ണെടുക്കാൻ തോന്നൂല. അത് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ വർക്ക് ചെയ്യുന്നത് മുഴുവൻ നമ്മുടെ മനസ്സിലാണ്. നമ്മുടെ മനസ്സിൽ ഈ കുട്ടീനെ പറ്റിയിട്ടുള്ള ഇമേജ് ഇങ്ങനെ വലുതാക്കി കൊണ്ടുവരും. പിന്നെ കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും. ആ ഇഷ്ടം ഇങ്ങനെ കൂടി വരും. ഇത് മനസ്സിൻ്റെ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു ഭയങ്കര ഒരു പരിവേഷം ഈ കുട്ടിക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കും. കണ്ട ആ മൊമെൻറ്റിനെ പറ്റി നമ്മൾ ആലോചിക്കും. നമ്മുടെ ആലോചനകളിലാണല്ലോ പ്രേമം വളരുന്നത്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളുടെ കളിയാക്കൽ, ഡെയിലി കാണുന്നത്, പാസ് ചെയ്ത് പോകുമ്പോൾ, അങ്ങനെയുള്ള ഓരോ മൊമെന്റ്സാണ് ഇതിനെ വളർത്തി കൊണ്ടുവരുന്നത്. തട്ടത്തിൻ മറയത്തിൽ വിനീത് ഇന്റർകാസ്റ്റ് മാരേജസിനെ കുറിച്ചാണ് സംസാരിച്ച്. വിനീതിന്റെ പെങ്ങളോ മകളോ അങ്ങനെ ഒരു വിവാഹം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിർക്കോ? എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ആ കുട്ടി നല്ലൊരു കുട്ടിയാണെങ്കിൽ ദേ ഷുഡ് ഗെറ്റ് മാരിഡ്. പക്ഷെ എൻ്റെ പാർട്ട്ണറുടെ കാര്യം എങ്ങനെയാന്നുള്ളത് ചോദിക്കേണ്ടി വരും. വിനീത്, ഇതിന്ന് ഈസിയായിട്ട് രക്ഷപ്പെട്ടു. പക്ഷെ ചോദ്യങ്ങൾ അവസാനിച്ചിട്ടില്ല. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവും റീനുവും വിനീത് ശ്രീനിവാസനും. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്. മനോഹരമായ പ്രണയഗാനങ്ങളും പ്രണയ സന്ദേശങ്ങളും നിറഞ്ഞ ക്ലബ് എഫ്എമ്മിലെ